ഭൂരിപക്ഷം കുറവാണ്. റിയാദിനെ ഭൂരിപക്ഷം കുറയും. ജയിക്കാൻ വളരെ സാധ്യത കുറവുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ. ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് കേരളത്തിൽ വികസനത്തിന്റെ വസന്തം തീർത്ത് കൊണ്ട് ഉള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മന്ത്രിയാണ് മുഹമ്മദ് റിയാസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഉമ്മൻചാണ്ടിന്റെ ഭരണത്തിനേക്കാളും എത്രയോ 10 മടങ്ങ് നല്ല ഭരണമാണ്. കാരണം ഉമ്മൻചാണ്ടിന്റെ ഭരണകാലം നമ്മൾ അനുഭവിച്ചതാ. കുട്ടികൾക്ക് പാഠപുസ്തകമില്ല, സ്കൂളിൽ തിരിച്ചു പോരാന്നല്ലാതെ സർക്കാർ കാര്യങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി കൊടുത്താൽ തന്നെ മര്യാദയ്ക്ക് കിട്ടൂല. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. പിന്നത് CPM-ന്റെ ഉരുക്കുകോട്ടാണ്. ഇവിടുത്തെ ഒരു ഉരുക്കുകോട്ട, ഇതൊരു ചട്ടകാണ്. ഇതെന്താ സംഭവിച്ചാൽ ഇന്ദിരാഗാന്ധിൻ്റെതും രാഹുൽ ഇയാളെ പേര് രാഹുൽ ഗാന്ധിന്റെ അച്ഛന് രാജീവ് ഗാന്ധി മരിച്ചിട്ട് തരംഗത്തിൽ കിട്ടിയ സീറ്റാ അത്. ഇതൊരു പ്രത്യേക മണ്ണാണ്. ഇവിടെ മതേതരത്താണ്. ഇവിടെ മനുഷ്യന്മാർ കണ്ടിട്ട് വളരുന്ന സ്ഥലമാണ്. ഇവിടെ വേർതിരിവില്ല. ഇവിടുന്ന് പിന്നെ നിലമ്പൂരിൽ നിന്നൊക്കെ കെട്ടിയിട്ട് വന്നിക്കണ്. അവിടെ തന്നെ 25 വീടോ 30 വീട് പൊളിച്ചിട്ടിട്ടാണ് അങ്ങോട്ട് വന്നത്. പൊളിച്ചിട്ട് വന്നിട്ട് ഞാൻ നന്നാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പാവങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട്. മൂപ്പരെ തിരിഞ്ഞെടുക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്താണ്? ഇവിടെ റിയാസ് ജയിക്കും. എന്തൊക്കെയാ ചെയ്തു വെച്ചിട്ടുള്ളത്? റോഡിന്റെ കാര്യത്തിലും പാലത്തിന്റെ കാര്യത്തിലൊക്കെ വികസനം കണ്ടില്ലേ? ഏത് പാലം? ചെറുവണ്ണൂർ പാലം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറുവണ്ണൂർ പാലം ഹൈവേ പോണ ഹൈവേ അതിന്റെ പണിയൊക്കെ എടുത്ത മുപ്പരന്നല്ലേ, ഇടിപ്പിച്ച മുപ്പരന്നല്ലേ. അപ്പൊ ഇയാൾ തന്നെ ജയിക്കുള്ളൂ, വേറെ ജയിക്കാനാണ് വോട്ട് ചെയ്യല്ലോ. ഭൂരിപക്ഷം കുറവാണ്. റിയാദിനെ ഭൂരിപക്ഷം കുറയും. ജയിക്കാൻ വളരെ സാധ്യത കുറവുള്ള ഒരു മേഖലയാണ് ഇപ്പൊ ജനങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ച് കളിക്കുന്ന മൂളിമൂട്ടിൽ 4 കല്ലിട്ട് ജനങ്ങളെ ഫോട്ടോ കാട്ടാനും വേണ്ടിയിട്ട് വെറുതെ രൂപീകരിച്ചു. ഇപ്പൊ അതിർക്കാല സമയത്ത് വെള്ളം കാണിച്ചു കൊടുത്തപ്പോൾ ഇവിടെ വന്നുകാണ്ട് KCB വെച്ചുകാണ്ട് മാറ്റിക്കാണ്ട് അത് വികസനം പഴയ റോഡുകൾ കുത്തിപ്പൊളിച്ചുകാണ്ട് പോയിട്ടല്ല വേറെ എന്ത് വികസനം നാട്ടിലുണ്ടായിട്ടുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു തൊഴിൽ മേഖല ആണെങ്കിലും ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്തി. അവിടെ കണ്ട് കപ്പൽ ആദ്യം ബെത്തുണ്ടായിരുന്നു, അത് ബെത്ത് വരെ നിർത്തി റദ്ദാക്കിയത് ഓനാണ്. ഇപ്പൊ അവിടെ അതും വേറെ. പിന്നെ എന്ത് വികസനമാണ് നാട്ടിൽ വരുന്ന? ആരെങ്കിലും ഒരു കച്ചവടം അങ്ങാടിയിലേക്ക് ചന്തയ്ക്ക് വരുന്ന ആ കപ്പൽ വരുന്നവരെ ഇല്ലാതാക്കി. പിന്നെ എന്ത് വികസനം? ഇവിടെ മാറ്റിയൊന്ന് ചിന്തിക്കണം. ചിന്തിച്ചെങ്കിലേ കയ്യുള്ളൂ. അൻവറിന് കൊടുക്കണം. അൻവർ ഓലെ കളത്തിലുള്ള ആളല്ലേ, എന്നിട്ട് വെട്ടിപ്പിടിച്ച് നോക്കാനും അത് ഓൻക്കറിയ സത്യങ്ങൾ. അതിനെ കൊണ്ടും ബേപ്പൂര് എന്നെ വല്ലതും നിൽക്കാനും വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? പിന്നെ നമ്മളെ പോലത്തെ അധ്വാനിക്കുന്ന പാവപ്പെട്ടവരുടെ വോട്ട് അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം. തൊഴിൽ മേഖലയിൽ പിന്നെ പല പ്രശ്നങ്ങളും ഒരു നിതീഷ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മക്ക് വിലയിരുത്തൽ ഇപ്പൊ ആര് കയറിയാലും നമ്മളെ പാട് തന്നെയാണ്. ഇവിടെ ഇപ്പൊ ജയിച്ച ആളെന്നെ ഇടതുപക്ഷത്തിന്റെ ആളെന്നെ ജയിക്കും എന്ന് പറയുന്നു. ഓൻ ജയിക്കണ ചോദിച്ചിട്ട് നമ്മക്ക് ഇവിടെ 4000 ഒക്കെ 2000 ഒക്കെ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ആര് ജയിച്ചാലും നമുക്ക് കണക്കാണ്. വികസനം ഇപ്പൊ അവിടെ ഇതാപ്പോ കുണ്ടായിത്തോട് നമ്മളെ ചെറുവന്നൂര് പാലം വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. പറൂട്ട് പാലൊക്കെ ഇതൊക്കെ അത് ഇവിടെ വികസനം ഇല്ലാന്ന് ആൾക്കാർ പറയുന്നത്. നമ്മക്കിപ്പോ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു മാറ്റവും ഇവിടെ ഒരു മാറ്റവും അങ്ങനെ ഇല്ല. ഇവിടെ ആദ്യം വന്ന ആ പിടിച്ച് നമ്മളെ മാത്തോടുള്ള പിന്നെ കുറഞ്ഞില്ല, പിന്നൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ റോഡ് വീതി കൂടുന്നെന്ന് പറഞ്ഞ് ഇതുവരെ പൈസ പാസ്സായില്ല, വ്യക്തമായിട്ടൊന്നും വന്നിട്ടില്ല. മൊത്തത്തിൽ ഇവിടെ മാറ്റം വരാൻ പോവാണ്. അപ്പൊ കൂടുതൽ ബേപ്പൂരിലും ഒരു മാറ്റം ഉണ്ടാവണം എന്നാണ് നമ്മളെ അഭിപ്രായം. ഏത് മാറ്റം? ഭരണമാറ്റം. അതന്നെ, ഭരണമാറ്റം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും. കഴിഞ്ഞ കാലഘട്ടത്തില് ബേപ്പൂരിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ഇവിടെ ടൂറിസത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വേറെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതൊന്നും വന്നിട്ടില്ല. ടൂറിസത്തിന്റെ വകുപ്പിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബാക്കി എല്ലാ ഭാഗത്തുനിന്നും അത് വന്നിട്ടില്ല. അടിസ്ഥാന വർഗത്തിന് ഗുണം കിട്ടണ യാതൊരു മാറ്റവും ഇത്രയും കാലത്തിൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അടിസ്ഥാന വർഗത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഓരോരോ ദിവസം ചെല്ലുന്തോറും ബാക്കോട്ട് വന്നു, അല്ലാതെ ഒരു പുരോഗമനം ഇല്ല. ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പൈസ അവിടെ കൂടിയും കൊണ്ടുപോയിട്ട് മുടക്കിക്കണം, അതല്ലാതെ വേറൊരു പ്രത്യേകിച്ച് ഒരു പുരോഗമനം ഇവിടെ ഇല്ല. കണ്ടില്ല, ഒരു 50 കൊല്ലം മുമ്പത്തെ അതേ ബേപ്പൂർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്.
ഇപ്പം മാറേണ്ടത് നിർബന്ധമാണെന്നാണോ? തീർച്ചയായിട്ടും മാറേണ്ടത് നിർബന്ധമാണ്. പിന്നെ നമ്മളവിടെ ഒരു ജങ്കാറ് സർവീസ് ഉണ്ട്. അത് ഇതേപോലെ ഈ ഒരുപാട് കാലം നിർത്തിയിട്ടതിന് ശേഷം ഇപ്പൊ ഈ ഇതിന്റെ മുമ്പത്തെ മറ്റേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് മുമ്പായിട്ട് കൊണ്ടുപോയി വെച്ച 2 ജങ്കാർ, ഒന്ന് പിന്നെ റോ ജങ്കാർ ഉണ്ടായിരുന്നു. ഇപ്പൊ റോ ഇല്ല. മറ്റേത് തൽക്കാലം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യം വലിയൊരു കപ്പാസിറ്റി ഒന്നും പറയാൻ പറ്റുന്ന കോലത്തിലല്ല. ഞങ്ങൾ പോകുന്നുണ്ട്, വരുന്നുണ്ടില്ല. നമ്മളെ മലപ്പുറം ജില്ലയായിട്ടും പിന്നെ തെക്കൻ ജില്ലകളായിട്ടും 10 കിലോമീറ്റർ ഷോർട്ട്, പിന്നെ റോഡ് ബ്ലോക്കുകൾ, പിന്നെ അതേപോലെ ബാക്കി പിന്നെ നല്ല ഒഴിഞ്ഞ കുറച്ചും കൂടെ സ്പീഡിൽ അവിടെ എത്താൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ജങ്കാർ സർവീസ് എന്ന് പറയുന്നത്. അതിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധ ഇല്ല എന്ന് തന്നെ പറയണം. ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇവിടെ വേപ്പൂര് മാറും. എന്തുകൊണ്ട് വെച്ചാൽ വികസനങ്ങൾ ഇനി വരാനുണ്ട്. എണ്ണി പറയാൻ മാത്രമുണ്ട്. ഇവർ പറയുന്ന വികസനങ്ങൾ മാത്രമല്ലല്ലോ. കാരണം വേപ്പൂര് ഹാർബറിലൊക്കെ വികസനങ്ങൾ വരേണ്ടതാണ്. പിന്നെ റോഡ് ഇങ്ങനെ ഇടവഴികളൊക്കെ നന്നാക്കാൻ കിടക്കുന്നുണ്ട്. ഇപ്പൊ പകുതി വൈക്കിലിട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും തോണിച്ചറ വീടിനൊക്കെ പോവുകയാണെങ്കിൽ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. ഇതുവരെ വലിയ വികസനങ്ങൾ ഇല്ലാന്നാണ് പറയുന്നത്. വികസനം ഇല്ല എന്ന് പറഞ്ഞൂടാ, പക്ഷെ വികസനങ്ങൾ ഇനിയും വരാനുണ്ട്. കുറെ കിടക്കുന്നു. അതൊക്കെ പകുതി വൈക്കിലിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് വികസനം വന്നെന്നാണ് പറയുന്നത്. അവിടെ മുഴുവനും വികസനം വന്നിട്ടില്ല. പകുതി ആക്കിയിട്ടല്ലല്ലോ വികസനം, മുഴുവനായാലല്ലേ വികസനം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ സാധാരണ നല്ല രീതിയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉപരി ഈ ഒരു ബേപ്പൂർ നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് കേരളത്തിൽ വികസനത്തിന്റെ വസന്തം തീർത്തുകൊണ്ട് ഉള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മന്ത്രിയാണ് മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസിന് ഒത്ത ഒരു എതിരാളിയെ ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ UDFന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം. എന്തൊക്കെ വികസനങ്ങളാണ് വസന്തം തീർത്തെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വസന്തങ്ങൾ? എന്തൊക്കെയാണ് വസന്തങ്ങൾ എന്നുള്ളത് വെച്ചാൽ നിങ്ങൾ ഇപ്പം മീഡിയ ആണല്ലോ. നിങ്ങൾ ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു വാഹനം, ഒരു 2 വീലർ എടുത്ത് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചാൽ അതിനകത്ത് ഈ മുഹമ്മദ് റിയാസ് കയ്യൊപ്പ് ചേർത്തിട്ടുള്ള വികസനങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ തുറന്നു പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ വസന്തം തീർത്തു എന്ന് പറയുമ്പോൾ അത് പറയേണ്ടത് നിങ്ങളുടെ ബാധ്യത കൂടെ ആണല്ലോ. എന്തൊക്കെയാണ് വസന്തങ്ങൾ? എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ബേപ്പൂര് ഈ വില്ലേജിനകത്ത് അത്തരത്തിലുള്ള ഒരു വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ UDFന്റെ ഭരണകാലത്ത് നിങ്ങൾ ബേപ്പൂർ പുലിമുട്ടിലൊന്ന് പോയി നോക്കിയിട്ടുണ്ടോ? സാമൂഹ്യ വിരുദ്ധര ഒരു എന്താ പറയാ, ഒരു കോട്ട കത്തണം എന്നൊക്കെ പറയാം. ആ ഒരു രീതിയിലുള്ള സ്ഥലമായിരുന്നു അത്. എന്ന സ്ഥലത്ത് ഇന്നിപ്പം ഈ ടൂറിസം മന്ത്രി കൂടിയായ പൊതുമരാമത്ത് മന്ത്രി അവിടെ കൊണ്ടുവന്നിട്ടുള്ള വികസനം വലിയ രീതിയിലേക്ക് ഉള്ള വികസനമാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ പോയി കാണുന്നവർക്ക് കാണാം മാറ്റം. പിന്നെ ഗോദീശ്വരം ബീച്ച്, അതും നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ സാമൂഹ്യ വിരുദ്ധര കേന്ദ്രമായിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള മാറ്റമാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്ത് മാറ്റമാണ് ഗോദീശ്വരം ബീച്ചിൽ? ഗോദീശ്വരം ബീച്ചിൽ എന്ത് മാറ്റമാണ് ഇല്ലാത്തത് എന്ന് ചോദിക്കുക. ഒന്നുമില്ലാതെ കടന്നതിന്റെ ടൂറിസം മേഖലയെ ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബേപ്പൂർ വില്ലേജിനകത്ത് ബേപ്പൂർ IT അതിന് വലിയ ഒരു കെട്ടിട സമുച്ചയം കൊണ്ടുവന്നു. ആകാശമിട്ടായി. ബേപ്പൂരുകാരെന്നുള്ള ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാം. ബേപ്പൂർ സുൽത്താന്റെ സ്മാരകം പണ്ട് നമ്മൾ വയലാല എന്ന് പറഞ്ഞിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യകരമായിട്ടുള്ള എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവന്നത്? അടിസ്ഥാന വികസനം ഒരുപാട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിസ്ഥാന വികസനമാണല്ലോ വേണ്ടത്. റോഡുകളായാലും പാലങ്ങളായാലും നല്ല രീതിയിൽ എവിടെയൊക്കെ കൊണ്ടുവരാത്തത്. ചെറുവണ്ണൂര് നമ്മുടെ ബേപ്പൂരിലേക്ക് കയറി വരുന്ന സ്ഥലമാണ്. അവിടെ കൊണ്ടുവരാൻ അവിടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അവസാന ഘട്ടത്തിലേക്കാണ്. അതുകൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേപ്പൂർ നിയോജക മണ്ഡലവും ബേപ്പൂർ വില്ലേജ് വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്ക് കാലെടുത്തെത്തുക. വേറൊരു കാര്യം ചോദിക്കാൻ, ഈ കേരളത്തിലെ ഇതുവരെയുള്ള ഈ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് എന്താണ് പോരായ്മ എന്നുള്ളത് ഏതെങ്കിലും ഒരു മീഡിയാസ് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് ചെയ്തില്ല, അല്ലെങ്കിൽ ഇന്ന് ചെയ്യണം, ഇത് പറഞ്ഞില്ലല്ലോ. ഇന്നിപ്പം ഞാൻ പറഞ്ഞ 2000 രൂപ പെൻഷൻ UDFന്റെ ഭരണകാലത്ത് ഈ പെൻഷൻ എവിടെയെങ്കിൽ 18 മാസക്കാലം പെൻഡിങ് ആയി കിടന്ന പെൻഷൻ, അതും 600 രൂപ. ഈ 600 രൂപ തന്നെ UDFന്റെ പങ്ക്
ഒരു 100 രൂപ. 45 റുപ്യയിൽ 4 സർക്കാർ തുടങ്ങി വന്ന ആ സാധനം 500-ലെത്തിച്ചത് PSX ആണ്. പിന്നെ അതിലേക്ക് 100 രൂപ ഉമ്മൻചാണ്ടി കൂട്ടിക്കൊടുത്ത്. ഈ ഉമ്മൻചാണ്ടി 100 രൂപ കൂട്ടിക്കൊടുത്തതോടൊപ്പം തന്നെ അത് 18 വർഷം പെൻഡിങ്ങും അല്ലേ. അപ്പൊ ഇത് ജനം കാണുന്നുണ്ട്, ജനത്തിന് വേണ്ടി ഇതൊക്കെയാ. ഇന്നിപ്പോ എനിക്ക് തന്നെ ഇപ്പോൾ 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ മക്കളോട് ആരോടും ചോദിക്കണ്ട, എനിക്ക് എൻ്റെ ആവശ്യത്തിന് ചെലവാക്കാം. ആ ഒരു ഘട്ടത്തിലേക്ക് കേരളത്തെ സാമ്പത്തികമായിട്ട് ഈ പാവപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ പിണറായി വിജയൻ സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും ചെയ്തിക്കണം. ഈ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ശരിക്കും ചെയ്യേണ്ടത് ഭരണപക്ഷത്തെ ചൂണ്ടിക്കാണിച്ച് ഇന്നും ചെയ്തില്ല. അങ്ങനത്തെ എന്തെന്ന് പറയാൻ പറ്റും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ല. അപ്പൊ കേരളത്തിൽ ഒരു ഭരണ തുടർച്ചയാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്.